ദ അഡോപ്റ്റഡ് സൺ ഓഫ് കേരളത്തിന്റെ ദത്തുപുത്രൻ തളപതി വിജയ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ ആണല്ലേ. തളപതി വിജയ് എന്ന് കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ ഇളയ ദളപതി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരും. അവർ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. സ്റ്റിൽ ഇപ്പോഴും നമ്മൾ കൂടെ ഒരാൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അദ്ദേഹമായിരിക്കാം. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് മാത്രമല്ല, അത് ഫാനായിരിക്കണമെന്നും ആവശ്യമില്ല. സാധാരണ ഒരു പേഴ്സണും എന്തെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും എന്നത് എനിക്ക് ഒരു ഉറപ്പുണ്ട്. ചില ടോക്സിക് ആയിട്ടുള്ള ഫാൻസും ഒക്കെ ഉണ്ടല്ലോ, അതിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് പ്യുവർ ആയിട്ടുള്ള ഫാൻസ് അദ്ദേഹത്തിന്റെ അഡ്മയർ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ നല്ല ക്യാരക്ടറും അതൊക്കെ നമ്മുടെ ലൈഫിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ലൈഫ് അങ്ങനെ ബെറ്റർ ആവും എന്നതൊക്കെ മാത്രം അഡ്മയർ ചെയ്ത് പോകുന്ന ഫാൻസിനെ എനിക്കും ഇഷ്ടമാണ്. ചിലരൊക്കെ ചോദിക്കും, ഇത്രയും നാൾ അദ്ദേഹത്തിന്റെ പിറകെ നടന്നതിനൊക്കെ എന്ത് കിട്ടിയെന്ന് ചോദിക്കും. ഇപ്പം ലാസ്റ്റ് പടം അഭിനയിച്ച് നിർത്താനും പോകുന്നു. ഇപ്പൊ എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് അറിവുകൾ കിട്ടി നമുക്ക്, ഒരുപാട് മോട്ടിവേഷൻസ്. ഒറ്റപ്പെട്ടുന്ന ടൈമിൽ അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഒന്ന് മാറി കിട്ടാനും. അദ്ദേഹത്തിന്റെ സിനിമ പ്രത്യേകിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഫാനായത് പോക്കിരിയായിരുന്നു. പോക്കിരി ടിവിയിൽ കണ്ട് ആ ഒരു പ്രായത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ ഫാനായത്. അത് കഴിഞ്ഞ ശേഷം വേട്ടക്കാരൻ കണ്ട് ഞാൻ കട്ട ഫാനായി മാറി. അതിന്റെ പ്രൊമോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൺ ടിവിയിൽ ഇടുമായിരുന്നു. ഈ തമിഴ് സിനിമ ചാനൽ എന്നൊരു ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ട്രെയിലറും ഈ ഒരു പ്രൊമോയും ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും കാണുമായിരുന്നു. അതൊരു പ്രത്യേക വൈബായിരുന്നു. വീട്ടുകാർ ചോദിക്കുന്നു, എനിക്ക് ഇപ്പോഴിതേ ഉള്ളത് ചോദിക്കും. ഞാൻ പിന്നെ അന്ന് ഇതിലോട്ടങ്ങ് ആയിപ്പോയി. പിന്നെ സൺ മ്യൂസിക്കില് ഞാൻ അടിച്ച താങ്കമട്ടി ഇതൊക്കെ കേട്ട് 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 ഇദ്ദേഹത്തിന്റെ കട്ട ഫാനായി മാറാണ് ചെയ്തത്. പിന്നെ വേലാത് സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ സി ഡി വാങ്ങിച്ചിട്ട് സിനിമ പോയി കണ്ടതും ഫാമിലി ആയിട്ട് ഒരുമിച്ചൊക്കെ ഇരുന്നാണ് നമ്മൾ ഇതേപോലത്തെ വിജയ് സിനിമയെ കാണുന്നത്. പ്രത്യേക വൈബാണ്. പിന്നെ എന്റെ നൈബറിലുള്ള ഫ്രണ്ട്സ് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് മൊമെന്റ്സും ഉള്ള ഒരു സിനിമയാണ് അദ്ദേഹത്തിന് ഉള്ളതിന്റെ. കാരണം ഹീസ് എ കൊമേഴ്ഷ്യൽ കിങ് എന്ന് തന്നെ ഞാൻ പറയും. എല്ലാവരും ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസും ഭയങ്കരമായിട്ട് എടുക്കുമ്പോൾ ഇദ്ദേഹം കൊമേഴ്ഷ്യലി പ്ലസ് കണ്ടന്റും ഉണ്ട്. പൊളിറ്റിക്കൽ എന്തൊക്കെയാണ് ഇൻബാലൻസ് ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് എല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്ന ഒരു നടനെന്ന് ഉദ്ദേശിച്ച അത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം ഉണ്ടെങ്കിൽ ഫുൾ പാക്ക് ആയിരിക്കും ആ ഒരു സിനിമ. നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മൾ സാധാരണ കളിയാക്കുന്ന ഒരു ഇതാണ് അദ്ദേഹം എപ്പോഴും സെയിം പാറ്റേൺ ആണ് എന്നൊക്കെ ചെയ്യുന്നത്. യെസ്, പറയുന്ന ചിലതൊക്കെ അക്സെപ്റ്റബിൾ ആണെങ്കിൽ പോലും അത് നമ്മളെ ഒരുപാട് കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്, ആസ്വദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോഴാണ് അതിനെ കുറിച്ച് മിസ് ചെയ്യുന്നത്. ഓക്കെ, ആലോചിച്ച് നോക്ക്. ലാസ്റ്റ് മൂവി ജനനായകൻ January 9th ഇറങ്ങിയത്. സോ അത് കഴിഞ്ഞ പിന്നെ വേറൊരു മൂവി ഇല്ല. സോ അതിലും ഒരുപാട് മാനറിസം ഒക്കെ കാണിക്കും. സോ അത് നമുക്ക് ഇനി വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം എടുക്കുന്ന തീരുമാനമായിരിക്കാം. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ അതിന് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തിയേറ്ററിൽ വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമായിരിക്കും എന്ന് എനിക്കറിയാം. തിയേറ്റർ എലമെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. യെസ്, പൊളിറ്റിക്കലി കുറെ കാര്യങ്ങളും കാണും. എന്നാലും വി വിൽ എൻജോയ് ദ മാൻ ഇൻ ഓൺ സ്ക്രീൻ ഓൺ ലാസ്റ്റ് ടൈം. മാക്സിമം എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനും എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ പോകുന്നത്. ഇനി എത്ര നെഗറ്റീവ് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും ഐ വിൽ എൻജോയ് ദാറ്റ് മൂവി. ഞാൻ നെഗറ്റീവ് നോക്കാനും ലോജിക്ക് നോക്കാനും അല്ല ഇനി ഈ ലാസ്റ്റ് മൂവി ഞാൻ കാണാൻ പോകുന്നത്. ഐ വാണ്ട് ടു എൻജോയ് ഹിം ഇൻ എ സ്ക്രീൻ, ഇൻ എ ബിഗ് സ്ക്രീൻ, ഇൻ വൺ ലാസ്റ്റ് ടൈം. ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫാനായി മാറിയതെന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഐ വാണ്ട് ടു റീഡ് ആൾ ഓഫ് യുവർ കമന്റ്സ്. ഓക്കെ, വിജയുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് വെളുപ്പാങ്കാലം 4 മണിക്കായാലും 5 മണിക്കായാലും ഈവൻ അത് ട്രോൾ ചെയ്യപ്പെടാനുള്ളൊരു പടമാണെന്ന ധാരണ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളാണ്. റിവ്യൂ ഇടണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ കൂടെ എനിക്കത് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അത് നമുക്ക് തരുന്നൊരു ഫീലുണ്ട്. വിജയ് ഫാൻസിൻ്റെ കൂടെ പോയിരുന്ന് ജയ് വിളിച്ച് അത് സിനിമ വലിയ ഹിറ്റാണെങ്കിൽ ഇവരുടെ ഒരു ആരവമൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിച്ച് തിയേറ്റർ വിടുക എന്ന് പറയുന്നത്, അതുകൊണ്ട് വിജയ് സിനിമകൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളൊരു സ്പേസാണ്. അവിടെ ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോഴേ അതൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ വിജയുടെ സിനിമകൾ ആഘോഷിച്ച് തിയേറ്ററിൽ കാണുന്നത് പോലെ നമ്മൾ വേറെ ആരുടെ സിനിമ പോയി കാണും. വിജയ് ഉണ്ടാക്കുന്ന ഓളം അല്ലെങ്കിൽ അങ്ങനെ ഓളം ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പം അങ്ങനെ ഓളം ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്തിരുന്ന ആളുകളും കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകളിലേക്കൊക്കെ ചാഞ്ഞും ചരിഞ്ഞൊക്കെ തുടങ്ങിയിരിക്കുന്നു. അവർ സെലിബ്രേറ്റ് ചെയ്യാൻ പാകത്തിന് നടക്കുന്ന സിനിമകൾ വിജയിക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ വിജയിയെ അതിഭീകരമായിട്ട് മിസ് ചെയ്യും. തളപതി ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും. തളപതി ഫാക്ടർ
തിയേറ്ററിൽ നമുക്ക് തരുന്നൊരു ഉന്മേഷമുണ്ട്, ഒരു ഉന്മാദാവസ്ഥയുണ്ട്. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് എന്താ പറയുക, സങ്കടമുണ്ട് പുള്ളി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നതിന്. പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ളത് അത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആഘോഷിച്ചിരുന്ന അതിലെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനെ അതിഭീകരമായി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വിജയ് സിനിമകളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവർ എലിവേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞിട്ട് വിജയുടെ ഒരു ഇൻട്രോ വരിക, അങ്ങനത്തെ മാസ് പരിപാടികൾ, എലമെൻറ്റുകൾ, അതൊക്കെ ഇനി എത്ര കാലം നമുക്ക് കാണാൻ പറ്റും? അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ വിജയ് വരുമ്പോൾ ഒരു ഓളം ഉണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിജയ് ഈസ് ആൻ ഓളം. ഇപ്പോൾ ഇതിൻ്റെ അകത്തും നമ്മൾ കണ്ടിട്ടുള്ള പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെ പുള്ളിയുടെ ഡയലോഗ്, പുള്ളി കൈവെക്കുന്ന പുള്ളിയുടെ ഒരു മാനറിസം സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്കിനി തിയേറ്റർ കിട്ടില്ല എന്ന് പറയുന്ന. Oh my god man, this is very sad to be honest. 9-ാം തീയതിയാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത്. This is the last movie of തളപതി വിജയ്, end of an era എന്നൊക്കെ പറയുന്ന പോലെ. എവിടെയൊക്കെ ഒരു ഹോപ്പ് ഉണ്ട് that he will come back, but anyways for the time being this is a goodbye from cinema. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ one of the most കിടില mass action hero is retiring from Indian cinema. വല്ലാത്തൊരു മിസ്സായിരിക്കും ഇത്. ഈ സിനിമ തന്നെ ഭഗത് കേസരിയുടെ റീമേക്ക് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡസൻ മാറ്റർ, ഇറ്റ്സ് എ വിജയ് പടം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കും, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഷുവർ. തുള്ളാത്ത മന്നൻ തുള്ളും എന്ന് പറഞ്ഞ സിനിമ തൊട്ട് കണ്ട് അന്ന് എൻ്റെ മനസ്സിൽ കയറിയ നടനാണ്. ഇതുവരെ ആ ഒരു ഫാൻ ഉണ്ട്. എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ദിസ് ഈസ് ദ വൺ ലാസ്റ്റ് ഡാൻസ്, അവസാനത്തെ വിജയ് പടമാണ്. നമ്മൾ ഒരു പടം എന്തോ ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഐ തിങ്ക് എല്ലാവരും ഒരുപക്ഷെ തിയേറ്ററിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിന്നിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു പടം കാണാൻ പോകുന്നുണ്ട്. അത്രയധികം ഈ ഫാൻ ഷോയ്ക്ക് പോകുന്നവർക്കൊക്കെ അറിയാം. വിജയുടെ പല സിനിമകൾക്കും നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. ആ രീതിക്ക് പടം അത്ര ഹൈപ്പാണെങ്കിൽ, പടം അത്ര എനർജറ്റിക് ആണെങ്കിൽ, ഓരോ പാട്ടുകൾ വരുമ്പോഴും ഓരോ സാധനങ്ങൾ വരുമ്പോഴും ഓരോ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ വരുമ്പോഴും നിന്നിട്ടൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇൻട്രോ സീനൊക്കെ നിന്നിട്ടായിരിക്കും കാണാൻ. മറ്റുള്ള തിയേറ്ററുകളിലായിരിക്കില്ല, ഇരുന്നിട്ടും നല്ല നമ്മൾ കാണും. ആ രീതിക്ക് ഫുൾ ഓൺ ഫുൾ ഐ തിങ്ക് നമ്മളെ എൻജോയ് ചെയ്ത് ഒരു സീൻ പോലും നമ്മൾ ഇരുന്ന് കാണാതെ നമുക്ക് അവസാനത്തെ വിജയ് പടം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എല്ലാവരും ഈ ഒരു പടത്തിന് വേണ്ടി പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അവോയ്ഡബിൾ അല്ലെങ്കിൽ ഒരു അൺമാച്ചബിൾ ആയിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. പടം ഒരു അവസാനത്തെ വിജയ് പടം എന്നുള്ള ഒരു ഇമോഷനോട് കൂടി, ആ ഒരു ഹാർട്ട് ബ്രേക്കോട് കൂടി ആയിരിക്കും നമ്മൾ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. ഇനി അങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല ലാസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ഫാൻ ഷോ, ഫാൻസിൻ്റെ കൂടെ അവസാനമായിട്ട് വിജയ് ഫാൻസിൻ്റെ കൂടെ ഒരു പടം കാണുന്നത് ആലോചിച്ച് നോക്കുക. വിജയ് ഫാൻസ് എന്ന് പറഞ്ഞ പരിപാടി ഇനി തിയേറ്റർ ഉണ്ടാവില്ല. നമുക്ക് ഒരു പക്ഷേ ഇനിയിപ്പോൾ റിലീസോ അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴോ ഒക്കെ ഒരു പുതിയ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിജയുടെ ഒരു പടം ഇല്ല. അത് ആലോചിക്കാനും കൂടി വയ്യ. അങ്ങനത്തെ ഒരു പരിപാടി അവസാനത്തെ പടമാണ്. സോ ആ ഒരു ഇമോഷൻ ഉണ്ട്.